കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന KHNA ഫോർ കേരള സേവ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂരിൽ നടന്നു. ചാലക്കുടി സിദ്ധാർത്ഥ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളൈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2025 ജനുവരിയിൽ കൊച്ചിയിൽ വെച്ചാണ് KHNA കേരള നടക്കുക. അമേരിക്കയിൽ താമസിക്കുന്ന മലയാളി ഹിന്ദുക്കളുടെ സംഘടനയാണ് KHNA. സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് സംഘടനയ്ക്ക് രൂപം നൽകിയത്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ ഹിന്ദു കുടുംബങ്ങൾക്കും ഹൈന്ദവ സ്ഥാപനങ്ങൾക്കും ധനസഹായം നൽകുകയാണ് KHNA ഫോർ കേരള എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഹിന്ദു ബാലാശ്രമങ്ങൾ, മതപാഠശാലകൾ, വനവാസി മേഖലയിലുള്ള കുടുംബങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ, വിധവകൾ തുടങ്ങിയവർക്ക് സഹായം നൽകും. ഹിന്ദു സ്ത്രീകൾക്കായി ബിസിനസ് സഹായം, കുട്ടികൾക്ക് ഉപരിപഠനത്തിനായുള്ള സ്കോളർഷിപ്പ് തുടങ്ങി നിരവധി കാര്യങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളൈ പറഞ്ഞു. കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം, സേവാശ്രമങ്ങൾക്ക് സപ്പോർട്ട്, വിധവ പെൻഷൻ, പിന്നെ ആദിവാസി അല്ലെങ്കിൽ വനവാസി മേഖലകളിലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട്, ക്ഷേത്ര ജീവനക്കാർക്കുള്ള പെൻഷൻ, മതപാഠശാലകൾക്ക് സപ്പോർട്ട്, സന്നിധാനം പ്രോജക്റ്റ്, അങ്ങനെ നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഞങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് KHNA ഫോർ കേരള എന്ന പദ്ധതി അനൗൺസ് ചെയ്തത്. 2025 ജനുവരിയിൽ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന കേരള കോൺക്ലേവിലാണ് സഹായം നൽകുക. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് namaha.org എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. പദ്ധതിയുടെ പ്രഖ്യാപന ചടങ്ങിൽ KHNA ട്രഷറർ രഘുവരൻ നായർ, ഡയറക്ടർ രമണി പിള്ളൈ, ട്രസ്റ്റി ബോർഡ് മെമ്പർ ഗോപിനാഥക്കുറുപ്പ്, ആത്മ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പത്മകുമാർ, ഹിന്ദു എക്കണോമിക് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ശ്രീകുമാർ മേനോൻ, സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തൃശൂർ.